ഹലോ ഗൈസ് 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചേമ്പൊക്കെ പറിച്ച് ചേമ്പൊക്കെ പുഴുങ്ങുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചേമ്പൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി വല്യമ്മമാരും എല്ലാവരും കൂടിയിട്ട് ചേമ്പൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാട്ടോ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേമ്പൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം കഴുകാനുള്ള ഇതിലായിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ചേമ്പൊക്കെ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതുകൂടാതെ തന്നെ വല്യമ്മയുടെ ഒരു കാന്താരി ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ. അതിന് ചെറിയുള്ളിയും കാന്താരിയും കൂടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് വല്യമ്മ. അപ്പോൾ നന്നാക്കി കഴിയാറായിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിയും പൊളിക്കുന്നുണ്ട്, ചെറിയ ഉള്ളിയും പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചിട്ടാണ് നമ്മളിന്ന് ചേമ്പിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഇവരൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഉള്ളിയും ചമ്മന്തിയും പിന്നെ ചേമ്പൊക്കെ പുഴുങ്ങിയിട്ടൊക്കെയാണ്. അപ്പോൾ അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ടേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കാന്താരി ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള ചമ്മന്തി തന്നെയാണ് കേട്ടോ. അതുകൂടെ തന്നെ അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ അടുപ്പത്തിരുന്ന് വെന്ത് അതെല്ലാം മാറ്റി ഒരു പ്ലേറ്റിലേക്കും ഇടുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന്. ചേമ്പ് റെഡി ആയിട്ടുണ്ട്, ചേമ്പ് റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കാന്താരി ചമ്മന്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല എരിവുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ചേമ്പും കാന്താരി ചമ്മന്തി. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.